ഒരു ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി സെൻസെക്സിൻ്റെ പ്രീ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ട്രേഡൊന്നും എടുത്തില്ലെന്ന് മാത്രമല്ല, ഞാൻ ജസ്റ്റ് ഞാൻ ട്രാക്ക് ചെയ്യുമായിരുന്നു. പിന്നെ നമുക്ക് വന്ന ദിവസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു റേഞ്ചിങ് ഡേയ്സ് ആയിരുന്നു. എന്നാൽ നമ്മൾ കുറച്ച് അത്യാവശ്യം ഹയർ ടൈം ഫ്രെയിമിൽ നോക്കി കഴിയുമ്പോൾ നമുക്ക് നേരത്തെയുള്ള ദിവസങ്ങൾ നോക്കുമ്പോൾ കണ്ടോ, നല്ല ട്രെൻഡിങ് ഡേയ്സൊക്കെ ആയിരുന്നു. കണ്ടോ, ഈ ഡേ നമുക്ക് കൂട്ടുന്നില്ല, വേറെ ഡേയ്സുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ട്രെൻഡിങ് ആയിരുന്നു. അതേപോലെ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് പോസ് എടുത്തൊരു ടൈമായിരുന്നു നമ്മുടെ പാസ്റ്റ് ഒരു 2-3 ഡേയ്സ്. അപ്പോൾ പിന്നെ ഞാൻ ഫ്രൈഡേയിൽ ഞാൻ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്തായിരുന്നു. കാരണം ബാക്കി ദിവസങ്ങളിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരു തേഴ്സ്ഡേ, വെനസ്ഡേ, ട്യൂസ്ഡേ ടൈമിങ്ങിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്തില്ലെങ്കിൽ ഫ്രൈഡേയ്സിലോട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ മൊമെൻറ്റം കാണിക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടായിരുന്നു ഞാൻ ഫ്രൈഡേയിൽ ഞാൻ അനാലിസിസ് വീഡിയോ ഇട്ടായിരുന്നു. അതേപോലെ മാർക്കറ്റ് നല്ല രീതിയിലായിരുന്നു അന്ന് പെർഫോം ചെയ്തത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഈ ഒരു ലെവൽസിലോട്ടൊക്കെ എത്തുമെന്നാണ് പറഞ്ഞത്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ലെവൽസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ നമ്മളൊരു നല്ല സ്മോളർ ടൈം ഫ്രെയിമിലോട്ട് നമ്മൾ സ്കെയിൽ ചെയ്ത് നമ്മളെപ്പോഴും ട്രേഡുകൾ പഞ്ച് ചെയ്യാനാണ് ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റിയിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന 2 റേഞ്ചുകളാണ്. നമ്മൾ ഈ പോയേക്കുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രെൻഡ് ലൈനാണ്. അപ്പോൾ ട്രെൻഡ് ലൈനിന് മുകളിൽ മാർക്കറ്റ് വന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു റീറ്റെയിലേഴ്സ് മൈൻഡ് സെറ്റുള്ള ആൾക്കാരെല്ലാം ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്സിലോട്ട് പോകാനുള്ള ഒരു ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് എപ്പോഴും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് മണിക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ കാണുന്നുള്ളൂ. എപ്പോഴും ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ മോസ്റ്റ്ലി ഇവിടുന്ന് ബൈ ചെയ്തവരുണ്ട്. ഇത് ബ്രേക്ക് ചെയ്ത് ഇവിടെ ക്ലോസിങ് തന്നപ്പോൾ ബൈ ചെയ്തവരുണ്ട്. അതേപോലെ തിരിച്ച് ഇവിടെ ഈ ഹൈ പിന്നെയും ടേക്ക് ചെയ്ത സമയത്തും ബൈ ചെയ്ത ആൾക്കാരുണ്ട്, ലോങ് എടുത്ത ആൾക്കാരുണ്ട്. അതേപോലെ തിരിച്ച് ഈ ഒരു സ്ഥലത്ത് വന്ന് റേഞ്ച് ഈ ഒരു ഏരിയ നമ്മൾ നോക്കി ഇവിടുന്നും ബൈ ചെയ്ത ആൾക്കാർ കാണും. പക്ഷെ അവരുടെ എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് ടേക്ക് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചേക്കുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നോക്കുന്ന റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഹൈയുടെ മുകളിൽ മാർക്കറ്റ് ക്ലോസിങ് തരികയാണെങ്കിൽ മാർക്കറ്റ് ഒരു അപ്സൈഡിലോട്ടുള്ള മൂവ്മെൻറ്റ്സ് നമുക്ക് തരുന്നതായിട്ട് കാണാൻ പറ്റും. ഞാൻ ഒരിക്കലും ഈ ഒരു ലെവൽ വരെ മാർക്കറ്റ് പോകുന്നില്ല. ഒരു ഹൈലി ട്രെൻഡിങ് ഡേ ആണെങ്കിൽ ഈ ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റ് പ്രൈസ് ആക്ഷൻ രീതിയിൽ, പ്രൈസ് ആക്ഷൻ എന്ന് ഞാൻ പറയുന്നത് എപ്പോഴും പറയുന്നത് ഹയർ ഹൈസ് ഹയർ ലോസ് പാറ്റേൺ ഉണ്ടാക്കിക്കൊണ്ടാണ് മാർക്കറ്റ് മൂവ്മെൻറ്റ് തരുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ലെവലെന്ന് പറഞ്ഞാൽ 24,197 ആണ്. പക്ഷേ ഒരിക്കലും ഒരു ഇൻട്രാ ഡേയിൽ അങ്ങനൊരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം അത് നല്ലൊരു വലിയൊരു റേഞ്ചാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ടാർഗറ്റ് ഈ ഒരു ലെവലുകൾ 23,938, അതേപോലെ അതിന് മുകളിലുള്ള ലെവൽസ് നമുക്കൊരു 24,000 ഒക്കെ ലെവൽ നമുക്ക് അപ്സൈഡിലോട്ട് എടുക്കാൻ പറ്റും. പക്ഷേ നാളെ ഞാൻ നോക്കുന്ന 2-3 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണിലായിരിക്കും തുറക്കാറ്. ഗ്യാപ്പ് ഡൗൺ തുറന്നിട്ട് മാർക്കറ്റ് തിരിച്ച് ഈ ഒരു റേഞ്ചിലോട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ എൻട്രി ഒന്നും പ്ലേസ് ചെയ്തില്ല. എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലൊക്കെ ഓപ്പൺ ചെയ്തിട്ട് തിരിച്ച് ഈ ഒരു ഇവിടോട്ടൊരു പുൾ ബാക്ക് തന്നു കഴിഞ്ഞാൽ എൻട്രികളൊന്നും പ്ലാൻ ചെയ്തില്ല. തിരിച്ച് ഇവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ടൊരു പ്രൈസ് ആക്ഷൻ രീതിയിൽ കാണിക്കുകയാണെങ്കിൽ ഞാൻ ഡൗൺ സൈഡിലോട്ടുള്ള എൻട്രികൾ മോസ്റ്റ്ലി പ്ലേസ് ചെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഡൗൺ സൈഡിലോട്ടാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലുകളൊക്കെ മാർക്കറ്റ് ടേക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഞാൻ എപ്പോഴും പറയുന്നത് കണക്ക് തന്നെ, ഒരിക്കലും ഈ ഒരു ലെവൽ വരെയല്ല, നമ്മൾ ഈ ഒരു ലെവലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എൻഡ് ലെവലാണ്. അപ്പോൾ ഇതിന് മുകളിൽ മാർക്കറ്റ് ഇങ്ങോട്ടൊരു പുഷ് തരാനായിരിക്കും ചാൻസ്. അപ്പോൾ അതിനുള്ളിൽ നിങ്ങളുടേതായ സ്ട്രാറ്റജികൾ ഉപയോഗിച്ച് നിങ്ങൾ ട്രേഡുകൾ പഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഒരിക്കലും ഒരു 100% അല്ല. കാരണം ഞാനിത് പല പ്രോബിലിറ്റീസാണ് ഇവിടെ പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്യാപ്പ് ഡൗൺ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടൊരു പുഷും കൂടി തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുന്നതെന്നാണ്. നെക്സ്റ്റ് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റ് നെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്ന മാർക്കറ്റ് ഇവിടുന്ന് ഇതിന് മുകളിൽ മാർക്കറ്റ് വന്നിട്ടും വേണമെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റിനൊരു ബെയറിഷ് ട്രെൻഡ് കാണിക്കാം. അപ്പോൾ ഞാൻ
പിന്നെയും താഴോട്ട് തന്നെയുള്ള ട്രേഡ് തന്നെയാണ് നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ചിലപ്പോൾ ഈ ഒരു ഏരിയയിൽ ഓപ്പൺ ചെയ്തിട്ട് ഷാർപ്പായിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോഴും നമുക്ക് ഏകദേശം ഈ ഒരു ലെവലിൽ മാർക്കറ്റ് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുക. മാർക്കറ്റ് മോസ്റ്റ്ലി താഴോട്ട് തന്നെ വരാനായിരിക്കും ചാൻസ് കൂടുതൽ. അപ്പോൾ ഇതാണ് നിഫ്റ്റിയിലെ ലെവൽസ്. നിഫ്റ്റിയിലെ നമ്മൾ 2 ലെവൽസാണ് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. 23,873 എന്ന് പറഞ്ഞ ലെവലും ഡൗൺ സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ 23,800 എന്ന് പറയുന്ന ലെവലുമാണ്. അപ്പോൾ ഈ 2 ലെവൽ നിങ്ങൾ മൈൻഡിൽ ജസ്റ്റ് ഒന്ന് കീപ്പ് ചെയ്ത് വെക്കുക നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതിന് മുന്നേ. ഞാൻ സാധാരണ ആൾക്കാർ മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിൽ പറയുന്ന കണക്ക് ഒരുപാട് ലൈൻസുകളൊന്നും വരച്ച് ഒരു 10 പോയിൻറ്റ് താഴേക്ക് ലൈനുകൾ വരയ്ക്കുന്ന ചില വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒന്നുമല്ല ചെയ്തത്. നമ്മളൊരു റേഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ പിന്നെ നമ്മുടേതായ രീതിയിലാണ് നമ്മൾ ട്രേഡുകൾ പഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് നമ്മുടെ സെൻസെക്സിനെ കുറിച്ചാണ്. സെൻസെക്സിലും നല്ല വൈഡായിട്ടുള്ളൊരു റേഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പ് സൈഡിലോട്ട് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് 78,871 എന്നുള്ള ലെവലും ഡൗൺ സൈഡിൽ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് 78,600 എന്ന് പറയുന്ന ലെവലുമാണ്. അപ്പോൾ ഈ ഒരു 2 ലെവലിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നു പറഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലോസ് തന്ന് വിക്ക് തന്ന് മാർക്കറ്റ് സഡൻ ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റിനെ അല്ല ഞാൻ പറയുന്നത്. മാർക്കറ്റ് ട്രേഡ് ചെയ്ത് ഒന്നുകിൽ ബ്രേക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ മാർക്കറ്റ് പ്രീസ് ആക്ഷൻ രീതിയിൽ മുകളിലോട്ട് മൂവ്മെൻറ്റ് തരികയാണെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് നെക്സ്റ്റ് ഈ ഒരു ലെവലിലോട്ട് എത്താനുള്ള വളരെയധികമുള്ള ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. 79,151 ഇവിടെ മാർക്കറ്റ് എത്തിയില്ലെങ്കിൽ മാർക്കറ്റ് നമുക്ക് ഈ ഒരു ലെവൽ വരെയൊക്കെ മാർക്കറ്റ് നല്ല രീതിയിൽ പുഷ് തരാനുള്ള ചാൻസും കാണുന്നുണ്ട്. പിന്നെ ഞാൻ നാളത്തെ എൻ്റെ ഒരു വ്യൂ ബെയറിഷാണ് എന്നുള്ള കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. വ്യൂ ബെയറിഷ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് ഇതിന് മുകളിൽ നിന്ന് സെല്ലിംഗ് പ്രഷർ പ്രൈസ് ആക്ഷൻ രീതിയിൽ മറ്റേ ഇന്നലെ നമ്മൾ നോക്കിയില്ലായിരുന്നു, ഞാനിപ്പോൾ നിഫ്റ്റിയിൽ കാണിച്ചു തന്നാലും നമുക്ക് ഞാൻ അന്ന് പറഞ്ഞ ലെവൽ ഏതായിരുന്നു? ഞാൻ പറഞ്ഞ ലെവൽ ഇതിന് മുകളിലായിരുന്നു. ഇതിന് മുകളിൽ മാർക്കറ്റ് വന്നിട്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് ആക്ഷൻ രീതിയിൽ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡാണ് കാണിച്ചത്. നമ്മൾ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് ഒരു പ്രൈസ് ആക്ഷൻ രീതിയിലുള്ള ഡൗൺ സൈഡിലോട്ടാണ് മാർക്കറ്റ് വീണത്. അതേപോലെയാണ് ഞാൻ ഇവിടെയും പ്രതീക്ഷിക്കുന്നത്. മാർക്കറ്റ് ഇതിന് മുകളിൽ പോയിട്ട് താഴോട്ട് വരികയാണെങ്കിൽ ഇത് ജസ്റ്റ് നമ്മുടെ ഒരു വ്യൂ മാത്രമാണ്. മാർക്കറ്റ് തിരിച്ച് ഈ ഒരു ലെവൽസിലോട്ടൊക്കെ അക്കംപ്ലിഷ് ആവാനുള്ള ഹൈ ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സെൻസെക്സിനെ കുറിച്ചാണ്. സെൻസെക്സിൽ ഞാൻ മാർക്ക് ചെയ്യുന്ന മെയിൻ ലെവൽസ് അപ്പ് സൈഡിലെ ലെവലെന്ന് പറഞ്ഞാൽ 78,878 എന്ന് പറഞ്ഞൊരു ലെവലും അതേപോലെ ഡൗൺ സൈഡിലെ ലെവലെന്ന് പറഞ്ഞാൽ 78,600 എന്ന ലെവലുമാണ്. അപ്പോൾ ഈ ലെവൽസിന് നിങ്ങൾ ജസ്റ്റ് മൈൻഡിൽ കീപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ലെവലെന്നൊക്കെ പറയുന്നത് ഇത് അക്കംപ്ലിഷ് ആവാൻ പോകുന്ന ലെവലാണെന്ന് പറഞ്ഞാൽ നമുക്കൊരു വീക്ക്ലി വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന ലെവൽസാണ് ഈ ഒരു ഡൗൺ സൈഡിലുള്ള ലെവൽ. അപ്പോൾ നിങ്ങൾ അത്രയും ലെവൽസ് ഒന്നും നാളെ നോക്കണ്ട. നിങ്ങൾക്ക് ഇതിലും ചെറിയ ചെറിയ പോയിൻറ്റ്സും കൂടി നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻ്റായിട്ട് ഇടുക. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ചെറിയ പോയിൻറ്റ്സും കൂടി എന്ന് പറഞ്ഞാൽ ഇതിന് തൊട്ട് താഴെ നെക്സ്റ്റ് എങ്ങോട്ടായിരിക്കും അക്കംപ്ലിഷായി മാർക്കറ്റ് വരാനുള്ള ചാൻസ് എന്നൊക്കെ ഉള്ളത് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ ഗൈസ്.